Hello friends, welcome to another video. So ഇന്നത്തോടെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് OHL strategy വെച്ചിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ മൊത്തം രണ്ട് പാർട്ടായിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു OHL ഉള്ള ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ ആ ഒരു കണ്ടുപിടിച്ച സ്റ്റോക്കിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി കണ്ടുപിടിക്കുക, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ OHLനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണുക. ഓൾറെഡി OHL സ്റ്റോക്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ട് കണ്ടാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ OHL ഉള്ള സ്റ്റോക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, OHL ഉള്ള സ്റ്റോക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് nsindia.com എന്ന് പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിലേക്ക് വരണം. സോ ഞാൻ ആ വെബ്സൈറ്റ് ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് വാച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു ഓപ്ഷനിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിഫ്റ്റി 50ന്റെ 50 സ്റ്റോക്സും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിഫ്റ്റി 50ന്റെ 50 സ്റ്റോക്സും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ download.csv എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ ഉണ്ട്. ഈ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ എക്സലിൽ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഷീറ്റിൽ നമുക്ക് ആവശ്യമുള്ളത് 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ: ഓപ്പൺ, ഹൈ ആൻഡ് ലോ. സോ ബാക്കിയുള്ളതൊന്നും നമുക്ക് വേണ്ട. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്തു. നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഈക്വൽ ടു ഹൈ, ഓപ്പൺ ഈക്വൽ ടു ലോ ഉള്ള സ്റ്റോക്സ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓപ്പൺ ഈക്വൽ ടു ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് പോകും, ഓപ്പൺ ഈക്വൽ ടു ലോ എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് അതിനുള്ള ഫോർമുല ഇവിടെ കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള സ്റ്റോക്സ്, ഈസി ആയിട്ട് ആ ഒരു സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് ഫോർമുല എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ആണ്. സോ ഞാനിവിടെ അടിക്കാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു ഇഫ് ഇടുക. ഇഫ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഈക്വൽ ടു ഹൈ. ഓപ്പൺ ഈക്വൽ ടു ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോ ബജാജ് ഓട്ടോയിൽ ബൈ ആണ് പറഞ്ഞിട്ടുള്ളത്, ICICI ബാങ്കിൽ ബൈ ആണുള്ളത്, പിന്നെ HDFC ബാങ്കിൽ ബൈ ആണുള്ളത്, താഴെ റിലയൻസിൽ ഷോർട്ടാണ്, NTPCയിൽ ഷോർട്ടാണ്. സോ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് അതിൽ എങ്ങനെ നമുക്കൊരു എൻട്രി കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ് ഫോർമുല. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മളിപ്പോൾ സ്റ്റോക്സ് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതും പിന്നെ അതേപോലെ തന്നെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ICICI ബാങ്കിലാണ്. സോ ഞാനിവിടെ ICICI ബാങ്കിന്റെ സ്റ്റോക്കാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു എൻട്രി എടുക്കണ മുമ്പിട്ട് ഈ ഒരു OHL സ്റ്റോക്കിൽ എൻട്രി എടുക്കണ മുമ്പിട്ട് ഒരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ അവിടെ ഈ ഒരു ഷീറ്റിൽ, സ്പ്രെഡ്ഷീറ്റിൽ നിങ്ങൾ അവിടെ ബൈയോ ഷോർട്ടോ എന്താണ് കാണുന്നത് വെച്ചാലും ഇവിടെ വരിക, ഈ ഒരു ചാർട്ട് എടുക്കുക. എടുത്തിട്ട് ഇവിടെ ഡേ ചാർട്ട് പോവുക. ഡേ ചാർട്ട് പോയിട്ട് നിങ്ങൾ ഫസ്റ്റ് OHL സ്ട്രാറ്റജി ഇതിൽ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. OHL സ്ട്രാറ്റജി ഈ ഒരു സ്റ്റോക്കിന് നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ പാടുള്ളൂ. എല്ലാം നിങ്ങൾ എൻട്രി എടുക്കരുത്. സോ അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡേ ചാർട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഡേ ചാർട്ടിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. എത്ര ദിവസം ഈ ഒരു ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേയിൽ ഇത് OHL വർക്ക് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേയിലും വർക്ക് ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡേയിലും വർക്ക് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഇൻഫോയിൽ നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു ഡേയിൽ എന്ന് പറയുമ്പോൾ ഓപ്പൺ 363.75 ആണ്, ഹൈയും 363.75 ആണ്. അതിന്റെ ലോ എന്ന് പറയുന്നത് 354 വരെ വന്നിട്ടുണ്ട്. സോ ഇവിടെയും OHL വർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഡേയിലും കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ചെറിയൊരു പാർഷ്യലായിട്ടുള്ള ചെറുതായിട്ടൊന്ന് മേലോട്ട് പോയിട്ടുണ്ട്. എന്നാലും അതൊരു പാർഷ്യൽ ആയിട്ടുള്ള OHL ആണ്. ഓപ്പൺ 351 ആണ്, ലോ 349 വരെ പോയിട്ടുള്ളൂ. സോ ഇതും ഒരു ചെറിയ രീതിക്കുള്ള ഒരു പാർഷ്യൽ ആയിട്ടുള്ള ഒരു OHL ആണ്. ഓക്കെ, പിന്നെ ഇത് നെക്സ്റ്റ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേയിലും അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പൺ എന്ന് പറയുന്നത് 366 ആണ്, ഹൈ 367 വരെ പോയിട്ടുള്ളൂ. സോ ഇതും ഒരു പാർഷ്യൽ ആയിട്ടുള്ള OHL ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു OHL ഉണ്ട്, ഇവിടെയും ഒരു OHL ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ മന്തിൽ തന്നെ 1, 2, 3, 4, 5, 6, 7 പ്രാവശ്യം ഈ ഒരു ICICI ബാങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്കിൽ OHL വർക്ക് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ OHL എടുക്കാന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഡിസിഷനാണ്. ICICI ബാങ്കിൽ ഡേ ചാർട്ടിൽ നമുക്കിപ്പോൾ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ICICI ബാങ്കിൽ OHL നന്നായിട്ട് വർക്ക് ആകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
സോ അപ്പൊ നിങ്ങൾ ഒരുവിധം ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടി. സോ ഡേ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനിയാണ് 5 മിനിറ്റ് ചാർട്ടിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയതും കൊണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിക്കുള്ള ഒരു കോൺഫിഡൻസ് ഓൾറെഡി ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സോ ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് 3 ക്യാൻഡിലും 9:30 വരെയുള്ള ഒരു ക്യാൻഡിലും ഫസ്റ്റ് 3 ക്യാൻഡില് നല്ല രീതിക്കുള്ള ഒരു ബൈയിങ് ഉള്ള ഒരു ക്യാൻഡിലായിരുന്നു. നല്ല രീതിക്കുള്ള ഒരു ബൈ മൊമെന്റ് ഈ ഒരു 3 ക്യാൻഡിൽ കാണുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്കുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു കൺസൾട്ടേഷൻ പോലത്തെ ഒരു ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനിയാണ് നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ 3 മെത്തേഡിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈസിംഗ് 3 മെത്തേഡ് ആൻഡ് ഫാളിംഗ് 3 മെത്തേഡ്. സോ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എൻട്രി പോയിന്റ് എങ്ങനെ എടുക്കാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു തരുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, കറക്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റിൽ ഒരു റൈസിംഗ് 3 മെത്തേഡാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു റൈസിംഗ് 3 മെത്തേഡ്. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ മേലെ ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതിലേക്ക് വന്നാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഓരോടായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായിരുന്നെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇനി മനസ്സിലാവൂല. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈസിംഗ് 3 മെത്തേഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള 3 ക്യാൻഡിൽ തന്നെ ആയിരിക്കൂല. ചില സമയങ്ങളിൽ 2 ക്യാൻഡിലായിരിക്കും, ചില സമയങ്ങളിൽ 4 ക്യാൻഡിലായിരിക്കും, ചില സമയങ്ങളിൽ 5 ക്യാൻഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു റൈസിംഗ് 3 മെത്തേഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാം. ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഈ ഒരു മെത്തേഡിനെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയ സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാം. സോ നിങ്ങൾ ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ OHL എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ICICI ബാങ്ക് സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്തൊരു മെത്തേഡാണ് OHL. അല്ലാണ്ട് OHL വെച്ചിട്ട് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റോ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നല്ല രീതിക്കുള്ള ഒരു പ്രൈസ് ആക്ഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 3 മെത്തേഡാണ്, റൈസിംഗ് 3 മെത്തേഡാണ്. സോ ഇവിടെ ഞാൻ റൈസിംഗ് 3 മെത്തേഡ് ഇവിടെ യൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു പോയിന്റിലാണ് എൻട്രി ചെയ്യുന്നത് വിചാരിക്കും. ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻട്രി ചെയ്തെന്നുണ്ടെങ്കിൽ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു 362.89 ഒരു 363 എൻട്രി ചെയ്തെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഐ എന്ന് പറയുന്നത് 345.45 ആണ്. സോ അവിടെ തന്നെ നമുക്ക് ₹1.50 ഒരു ലാഭം അവിടെ തന്നെ കിട്ടി. നിങ്ങളൊരു സേഫ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. കാരണം ഇതൊരു OHL ആണ്. സോ OHL എന്ന് പറയുമ്പോൾ ആ ഒരു ഡേ ഓപ്പൺ ഈക്വൽ ടു ലോ എന്നുണ്ടെങ്കിൽ അത് മേലോട്ട് പോകും, ഓപ്പൺ ഈക്വൽ ടു ഹൈ എന്നുണ്ടെങ്കിൽ താഴോട്ട് പോകാനാണ് അധിക ചാൻസ്. സോ നിങ്ങളൊരു സേഫ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് OHL ആയതുകൊണ്ട് മേലോട്ട് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക. സോ ഓപ്പൺ ഈക്വൽ ടു ലോ ആണെന്നുണ്ടെങ്കിൽ അത് ലോങ് മേലോട്ടായിരിക്കും പോവുക, ഓപ്പൺ ഈക്വൽ ടു ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് പോകാനാണ് കൂടുതൽ ചാൻസ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എൻട്രി പോയിന്റ് ഇവിടെ ക്ലിയർ ആയി. എൻട്രി പോയിന്റ് എങ്ങനെ എടുക്കാന്നുള്ളത് മനസ്സിലായി. 3 മെത്തേഡ് വെച്ചിട്ട് നമുക്കൊരു ഇവിടെ ഒരു എൻട്രി പോയിന്റ് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു എൻട്രി പോയിന്റ് എടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ട്രയൽ ചെയ്യാം. ട്രയൽ ചെയ്ത് ഇത് മേലോട്ട് പോകും തോറും നിങ്ങൾക്ക് അത്രയും പ്രോഫിറ്റ് ലോക്ക് ചെയ്ത് മേലോട്ട് പോവാം. സോ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് ആ ഒരു ടൈം ഫ്രെയിമിലേക്ക് ഇതിനെ മാറ്റുക. ഓക്കെ, അപ്പൊ ഞാനിതിനെ 1 മിനിറ്റിലേക്ക് മാറ്റി. 1 മിനിറ്റിലേക്ക് മാറ്റിയപ്പോൾ കറക്റ്റായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്തത് ഈ ഒരു പോയിന്റിലാണ്. ഓക്കെ, നമ്മൾ എൻട്രി ചെയ്തത് ഇവിടെയാണ്. സോ എൻട്രി ചെയ്തിട്ട് അത് മേലോട്ട് പോയി ഇവിടെ ഒരു 364 ഈ ഒരു പോയിന്റ് വരെ എത്തി. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ചെറുതായിട്ടും താഴോട്ട് വന്നു, പിന്നെ മേലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു, പിന്നെ ഈ ഒരു പോയിന്റിനെ കട്ട് ചെയ്തിട്ട് അത് മേലോട്ട് പോയി. സോ ഈ ഒരു ഹൈനെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കാന്നുണ്ടെങ്കിൽ ഇൻ കേസ് താഴോട്ട് വരാന്നുണ്ടെങ്കിലും ഹിറ്റ് ആയിക്കോളും. സോ ഈ ഒരു പോയിന്റിന് കട്ട് ചെയ്ത് മേലോട്ട് പോയി, ഇവിടെ കട്ട് ചെയ്ത് മേലോട്ട് പോയി. സോ നിങ്ങൾ ഇവിടെ എവിടെയിലേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക, ഈ ഒരു സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് കട്ട് ചെയ്ത് മേലോട്ട് പോയില്ല, ഇത് കട്ട് ചെയ്ത് മേലോട്ട് പോയിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അത് മേലോട്ട് പോയിട്ട് താഴോട്ട് വരികയാണോ നോക്കണം. താഴോട്ട് വന്നില്ല. അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈനെ കട്ട് ചെയ്തിട്ട് മേലോട്ട് പോയി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഇവിടുന്ന് എടുത്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എൻട്രി ചെയ്തു, പക്ഷെ ഇവിടെയാണ് നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്. സോ നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് ഓൾറെഡി നിങ്ങളിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേലോട്ട് പോയിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, മേലോട്ട് പോയി, കട്ട് ചെയ്തില്ല, ലോ ക്രിയേറ്റ് ചെയ്തു, സെയിം ലോ തന്നെയാണ്,
കട്ട് ചെയ്ത് താഴോട്ട് വന്നിട്ടില്ല. സോ അതേപോലെ തന്നെ മേലോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇതിനെ കട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം, പക്ഷെ കട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, കട്ട് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നോക്കുക. അപ്പൊ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിനെ ഈ ഒരു ക്യാൻഡിൽ കട്ട് ചെയ്തു. കുറച്ചും കൂടെ സേഫ് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിൽ കട്ട് ചെയ്തപ്പോൾ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ഓൾറെഡി നിങ്ങളവിടെ ലോക്ക് ചെയ്തു. സോ ഇതിവിടെ ഡൗൺ ആയപ്പോൾ മേ ബി ഈ ഒരു ഡൗൺ ആവുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയിട്ട് നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും പുറത്തേക്ക് വരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ടാവില്ല. ഇത് ഇവിടം വരെ വന്നു, ഈ ഒരു ഹൈന്റെ ഈ ഒരു പോയിന്റ് വരെ വന്നു, എന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മേലോട്ട് പോയി, ഈ ഒരു ഹൈനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടം വരെ പോയി. സോ അധികം പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾ സേഫ് സോണിലാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് നിങ്ങൾ കുറെ നേരം പേഷ്യൻസോട് വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്നുള്ള ഒരു വലിയൊരു ക്യാൻഡിൽ കാരണം നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് ഒക്കെ താഴോട്ട് പോയിട്ട് ചില സമയങ്ങളിൽ നിങ്ങൾ മൈനസിലൊക്കെ എക്സിറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യാം. ഇതൊരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രീന് യൂസ് ചെയ്തത് 3 മെത്തേഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നമ്മൾ 1 മിനിറ്റ് ക്യാൻഡിൽ യൂസ് ചെയ്തിട്ടാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഇനി നമുക്ക് എങ്ങനെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമുക്കൊരു ടാർഗറ്റ് ഇല്ല. നമ്മൾ അത് എത്രത്തോളം മേലോട്ട് പോകുന്നോ അത്രയും ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ, നമ്മൾ എത്രയും പ്രോഫിറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ചില ട്രേഡേഴ്സ് അങ്ങനെ ആയിരിക്കില്ല. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യേണ്ട അവർ കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ എക്സിറ്റ് ചെയ്യും. സോ അങ്ങനത്തെ ഒരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പ്യുവർ പോയിന്റ്സ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ലെവൽസ് എവിടെയുള്ളതെന്ന് നോക്കിയിട്ട് അത് പ്ലോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ലെവൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക. സോ ഞാനിപ്പോൾ ഇവിടെ പ്രീവിയസ് ലെവൽസ് ഒന്നും വരയ്ക്കുന്നില്ല. ഞാൻ ജസ്റ്റ് പ്യുവർ പോയിന്റ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ആ പ്യുവർ പോയിന്റ്സ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ടാർഗറ്റ് കണ്ടുപിടിക്കാന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ സ്റ്റഡീസ് പോയിട്ട് പിവറ്റ് എടുത്തു. ഈ യെല്ലോ കളറിലുള്ളതൊക്കെ റെസിസ്റ്റൻസ് 1, റെസിസ്റ്റൻസ് 2, റെസിസ്റ്റൻസ് 3 ആണ്. റെഡ് പിവറ്റ് ആണ്. താഴോട്ടുള്ള ഒരു സ്കൈ ബ്ലൂ കളർ എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്തത് കറക്റ്റ് ആയിട്ട് R2ന്റെയും R3ന്റെ ഇടയിലാണ്. സോ R2ന്റെയും R2ന്റെ ഇടയിൽ നിങ്ങൾ എൻട്രി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടാർഗറ്റ് എവിടെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ R3യിലായിരിക്കണം നിങ്ങൾ ടാർഗറ്റ് വെക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ R2 കട്ട് ചെയ്ത് മേലോട്ട് പോകുന്നുണ്ടെങ്കിൽ R3 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എൻട്രി ചെയ്തു, കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിൽ എൻട്രി ചെയ്തു. സോ നിങ്ങൾ R3 ഹിറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു പോയിന്റിൽ ഹിറ്റ് ആയിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു പ്രോഫിറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടാവുക. സോ ഇങ്ങനെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി നിങ്ങൾ ഈ പ്യുവർ പോയിന്റ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് ലെവൽസ് ഒക്കെ നോക്കിയിട്ട് ലെവൽസ് വരയ്ക്കാന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OHL എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഒരു എൻട്രി പോയിന്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എൻട്രി പോയിന്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ 3 മെത്തേഡ്, അതേപോലെ തന്നെ ഈ പിവറ്റ് പോയിന്റ്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നുള്ള കാര്യങ്ങൾ എല്ലാം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലെവൽസ് വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു OHL വെച്ചിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.